ബാക്കിയായി പോയ ഒരു സാധനം. ഇനി പരിപാടി ഇൻഷാ അല്ലാഹ് മറുപടി പറഞ്ഞാലേ പരിപാടി വെക്കേണ്ടി വരും. ഏതായാലും ഇടാണ് നിർവാഹമല്ല. അതാ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മർക്കസിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സ്റ്റക്കായി പോയി. എന്നിട്ട് അപ്പോ മടവൂരിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് ഇല്ല, കിട്ടാനില്ല. ഉസ്താദൊക്കെ ബന്ധപ്പെട്ട് മറ്റൊരു വണ്ടി തയ്യാറാക്കി വൃത്തിയാക്കി അതിന്റെ പിന്നിൽ വെച്ച് വണ്ടി കൊണ്ടുപോയി മർക്കസിന്റെ ആ കവാടത്തിന്റെ അടുത്തെത്തുമ്പോൾ തനിയെ വണ്ടി നിന്നുപോയി. മടവൂര് നിന്നു. 5 മിനിറ്റിന് ശേഷമേ വണ്ടി ചാട്ടായുള്ളൂ. ചാട്ടാക്കി വണ്ടിയുമായി മടവൂരിലേക്ക് നീങ്ങി. ആ മടവൂരി ഇന്നും എന്നും എപ്പോഴും എല്ലാ ടൈമിലും ഉസ്താദിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആ 5 മിനിറ്റ് വണ്ടിയാടെ നിന്ന് പിന്നെ ചാട്ടായില്ലേ? ആ വണ്ടി അങ്ങനെ നിൽക്കാൻ വേണ്ടി കാരണം എന്താണ്? അതും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ഒന്ന് വെച്ചുകൊടുക്കി. ആ ജനാസ സുബ്ഹിയുടെ ശേഷമാണ് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മടവൂരിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്. എബി ഉസ്താദിനുണ്ട്. മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂര് അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടെ ഞാൻ കിടന്നാൽ കിടക്കേണ്ടവന് സ്ഥാനമില്ലാതെയായി പോകും. അതുകൊണ്ടാണ് മടവൂര് വലിയ അവിടെ കിടക്കാണ്ട് മടവൂർക്ക് പോയത്. ഒന്നും കൂടി സുബ്ഹിയുടെ ശേഷമാണ് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മടവൂരിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്. എബി ഉസ്താദിനുണ്ട്. മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂര് അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പോ ലൈസൻസ് ഇല്ലെങ്കിൽ എന്തും പറയാ. എന്താ വിട്ടുവിടാത്ത? എന്നിട്ട് അതൊക്കെ ചൊല്ലി അള്ളാഹു അക്ബർ പറഞ്ഞു നടക്കാൻ കുറെ ആൾക്കാരും ഉളുപ്പില്ലേ. എന്താ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇപ്പം നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് ലോകത്താകമാനം പള്ളി ഉണ്ടാക്കുന്ന ഏക മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ മസ്ജിദുകളുടെയും അതുപോലെ തന്നെ ദീനീ സ്ഥാപനങ്ങളുടെയും സംരക്ഷകനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അദ്ദേഹത്തിന്റെ ജന്മനാടായ കാന്തപുരത്ത് നടന്ന സംഭവം. ശംസുലുലമ മഹാനായ വഴികാട്ടി എന്ന ഹെഡിങ്ങിന്റെ ചുവടെ അഹമ്മദ് കുട്ടി ഉണ്ണികുളം എന്ന് പറയുന്ന നാട്ടുകാരൻ എഴുതി വെച്ചു. കാന്തപുരം മഹലിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം അതാ എഴുതുന്നു, കാന്തപുരം MU മദ്രസ വളരെ പ്രസിദ്ധമായിരുന്നു. നാട്ടുകാർ നൽകിയ സംഭാവനകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. മദ്രസയുടെ ഓരോ അണുവിലും നാട്ടുകാരുടെ പ്രയത്നമുണ്ടായിരുന്നു. സമസ്തയിൽ നിന്ന് AP വിഭാഗം വിട്ടുപോയതോടെ കാന്തപുരത്തെ സംയുക്ത മദ്രസ ആ വിഭാഗക്കാർ കുത്തിപ്പൊളിച്ചു. കരുത്തുറ്റ കെട്ടിടം കർസേവ എന്ന നിലക്ക് വിദൂരങ്ങളിൽ നിന്നെത്തിയവരാണ് കുത്തിപ്പൊളിച്ചത്. ബാബരി മസ്ജിദ് പ്രശ്നം കത്തി നിൽക്കുന്ന കാലത്ത് ബാബരിയല്ല പാലപ്പറ്റയാണ് പ്രശ്നമെന്ന് കാന്തപുരം പ്രസംഗിച്ചു നടക്കുന്ന കാലമായിരുന്നു അത്. ഇവരുടെ നേതൃത്വത്തിലാണ് പട്ടാപ്പകൽ ഒരു മദ്രസ ഇടിച്ചു പൊളിക്കുന്നത്. ജനങ്ങൾ കരഞ്ഞുപോയി. കാതിലെയും കഴുത്തിലെയും ആഭരണം നൽകിയ സഹോദരിമാർ, ഉമ്മമാർ എന്നിവരുടെ ഹൃദയങ്ങൾ പൊട്ടിപ്പോയി. സമസ്തയെ അനുകൂലിക്കുന്നവർ മദ്രസയിൽ ഉണ്ടാവുമെന്ന ഭയാശങ്ക ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. സമസ്തയെ ഹൃദയത്തിന് തുല്യം സ്നേഹിക്കുന്ന നിരവധി രക്ഷിതാക്കന്മാർ ഒത്തുചേർന്ന് ഞങ്ങൾ പുതിയ മദ്രസകൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും തറക്കല്ലിടുകയും കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവരികയും ചെയ്തു. പ്രസ്തുത മദ്രസ ഇന്ന് കാന്തപുരത്തിന്റെ അഭിമാന പ്രശ്നമായി മാറി നിൽക്കുന്നു. ഈ ലേഖകൻ പ്രസിഡന്റും AP അബ്ദുറഹ്മാൻ കുട്ടി ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റി വന്യനായ ശംസുലുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. സ്വന്തം നാട്ടിലെ മദ്രസ കർസേവകരെ വെല്ലുന്ന വിലക്ക് കുത്തിപ്പൊളിച്ച കാന്തപുരമാണോ മതസ്ഥാപനങ്ങളുടെ നായകൻ, മതസ്ഥാപനങ്ങളുടെ സംരക്ഷകൻ? അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് പറയിപ്പിക്കുന്നത് അപകടകരമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ വ്യാജം ആരോപിച്ചുകൊണ്ട് എവിടെ നിന്നെന്നോ ഉണ്ടാക്കിയെടുത്ത ജാലിയാവാല
എന്ന് പറയുന്ന യാതൊരു തുമ്പുമില്ലാത്ത ലാ തുമ്പ വലാ വാല, ഒരു തുമ്പും ഒരു വാലുമില്ലാത്ത ഒരു മനുഷ്യൻ കൊണ്ടുവന്നതായ മുടിയെ കൊണ്ടുവന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കെട്ടിച്ചമക്കുന്ന ഈ നിലപാട് നിർത്തിയേക്കുക. ഇല്ലെങ്കിൽ നിർത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.